ഈ അമേരിക്കൻ സൈനികരുടെ എക്യുപ്മെൻറ്റ്സ്, അതായത് സിസ്റ്റം, ഇതിനെ ഗ്ലോബലായിട്ട് കിട്ടിയിരിക്കുന്നൊരു പേര് മൈറ്റി അമേരിക്കൻ വെപ്പൺസ് എന്നാണ് പറയുന്നത്. മൈറ്റി അമേരിക്കൻ ഫോഴ്സ്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് ഈ പേര് കിട്ടിയത്. അതിൻ്റെ പ്രതാപം നഷ്ടപ്പെടുന്നു എന്നാണ് അമേരിക്കയിലെ പല മാഗസിനും ന്യൂസ് പേപ്പറിലും അമേരിക്കൻ ഡിഫൻസ് എക്സ്പേർട്ടുകൾ കൊടുക്കുന്ന ലേഖനങ്ങളിൽ പറയുന്ന പല ലേഖനവും ഞാൻ വായിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എക്കോണമിസ്റ്റിന് അതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. കാരണം അമേരിക്കയുടെ ആ പ്രതാപം നശിക്കുന്നു, എക്യുപ്മെൻറ്റ്സ് പഴുതും ഔട്ട്ഡേറ്റഡ്, ഇത് അപ്ഡേറ്റ് പ്രോപ്പറായിട്ട് ചെയ്തില്ല. ഇവർ പറയുന്നത് ഇപ്പം ഉക്രൈനിലെ കീവ്, അപ്പം അത് മുഴുവനും പ്രൊട്ടക്റ്റ് ചെയ്യാൻ റഷ്യൻ വെപ്പൺസ്, റഷ്യയുടെ മിസൈലാണെങ്കിൽ പോലും അതേപോലെ തന്നെ അവരുപയോഗിക്കുന്ന ഇറാൻ്റെ ഈ പറയുന്ന ഒരു ടെക്നോളജി ഫ്രണ്ട്ലി വലിയ സംഭവമൊന്നും അല്ലാത്ത മിസൈലൊക്കെ ഉപയോഗിച്ച് കീവ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന അമേരിക്കയുടെ പല ഡിഫൻസ് സിസ്റ്റം, അതായത് ആൻറ്റി എയർ ഡിഫൻസ് സിസ്റ്റം, ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഈ പറയുന്ന റിസൾട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇതാ പറയുന്നത്. അതായത് ഈ മിസൈലുകളൊക്കെ വന്ന് പതിക്കുന്നുണ്ട്, പല ആൾക്കാരും കൊല്ലപ്പെടുന്നുണ്ട്. അതായത് ഒരു 100%, ഒരു 90%, 80% റിസൾട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ ഇസ്രായേലിൽ തന്നെയാണെങ്കിൽ ഹൂത്തികൾ ഫയർ ചെയ്യുന്നു, ഇവിടെ വന്ന് വീഴുന്നു. അതേപോലെ തന്നെ മറ്റുള്ള പ്രോക്സീസ് അവർ ഫയർ ചെയ്യുന്നു, അത് വന്ന് വീഴുന്നു. വലിയ അപകടമൊന്നും ഉണ്ടായില്ല, പക്ഷെ അവിടെ വന്ന് വീഴുന്നുണ്ട്. ഇതൊക്കെ എയറിൽ ഡിഫ്യൂസ് ചെയ്യാം, പൂർണ്ണമായിട്ടും ഡിഫ്യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അമേരിക്കൻ ഇത്രയും നാളും കരുതിയിരുന്നത്. പക്ഷെ അതല്ല, അത് നമ്മളെപ്പോഴും പ്രാക്ടിക്കലാണ് സംഭവം പറയുന്നത്. അമേരിക്കയുടെ പല ഡിഫൻസ് ഓഫീഷ്യൽസ് പറയുന്നത് അത് ഈ കീവിനാണെങ്കിലും, പക്ഷേ ഇസ്രായേൽ ഓപ്പറേറ്റ് ചെയ്ത അമേരിക്കൻ സൈനികർ തന്നെ താടെന്ന് പറഞ്ഞ അവരുടെ സിസ്റ്റം. അപ്പം അതിനേക്കാളും മെച്ചമായിട്ട് ഇസ്രായേലിൻ്റെ സിസ്റ്റം വർക്കൗട്ട് ചെയ്തു. കാരണം 2 പ്രാവശ്യം ഇറാനും ഹൂത്തികളൊക്കെ അടിച്ചു കഴിയുമ്പം ഇസ്രായേൽ ഒറ്റയ്ക്കാണ് കയറി അടിച്ചത്, തിരിച്ച് അത് ഡിഫ്യൂസ് ചെയ്തു. കുറച്ചെണ്ണം അവിടെ പതിച്ചു, പക്ഷേ അപകടമൊന്നും ഉണ്ടായില്ല. അപ്പം അങ്ങനെ പിന്നെ മറ്റൊന്ന് പറയുന്നത് അമേരിക്കൻ ബേസ്, ജോർദാനിനടുത്തുള്ള ബേസ്, അവിടെ ഇതേപോലെ ഇറാൻ്റെ പ്രോക്സി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, മിസൈൽ ഇട്ട് കഴിഞ്ഞപ്പം അത് അമേരിക്കയുടെ ബേസിലാണ് വന്ന് വീണ്. ഏകദേശം 4 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. അപ്പോൾ ചോദ്യങ്ങളുണ്ട്. കാരണം ഇത് അമേരിക്ക തന്നെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യുകയാണ്, ആ സാധനം പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സമയമായി, പക്ഷേ അത് ചെയ്തില്ല. അതായത് റിസൾട്ട് കിട്ടിയില്ല. മൈറ്റി അമേരിക്കൻ ഫോഴ്സിൻ്റെ എക്യുപ്മെൻസിൻ്റെ അപ്ഡേഷൻ പ്രോപ്പറായിട്ട് നടന്നില്ല എന്ന് അമേരിക്കൻ സൈനിക വിദഗ്ധരും അമേരിക്കൻ പെൻറ്റഗണും അഡ്മിറ്റ് ചെയ്യാതായി. അപ്പോൾ അതിനിടയ്ക്ക് മറ്റൊരു ആർട്ടിക്കിൾ കയറി വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, അമേരിക്ക വളരെ പ്രാവശ്യം ഈ ISISനെതിരെ ബോംബിങ് ചെയ്തതാണ്. ഈ ഇറാൻ്റെ പ്രോക്സീസിനെ ബോംബ് ചെയ്തതാണ്, ഹൂത്തികളെ ബോംബ് ചെയ്താണ്, സൗദി അറേബ്യ ബോംബ് ചെയ്യുന്നു, UAE ബോംബ് ചെയ്യുന്നു. പക്ഷെ അമേരിക്കൻ വെപ്പൺസ് വെച്ചും എയർക്രാഫ്റ്റ് വെച്ചും വെപ്പൺസ് വെച്ചും അതിൻ്റെ ഷെൽസൊക്കെ ഇന്ത്യയിലാണ് പോയേക്കുന്നത്. പക്ഷേ ഇസ്രായേലി പട്ടാളം വളരെ സസൂക്ഷ്മമായിട്ടാണ് ബോംബ് ചെയ്തത്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഹിസ്ബുള്ള. ഏകദേശം 2 ആഴ്ച കൊണ്ട് തോലച്ച് നാശമായി കൈ കൊടുത്തു. നസ്ര ഉൾപ്പെടെ പല ലീഡേഴ്സിനും പലയിടത്തും വെച്ച്, അതായത് അവർ പ്രോപ്പർ ഹോംവർക്കിൽ കൂടെ തന്നെ ട്രയൽ നടത്തിയിട്ടാണ് അവർ ചെയ്തത്. അതതിൻ്റെ നടു ഒടിച്ച് കൈ കൊടുത്തു. അമേരിക്ക എത്രയോ വർഷം കൊണ്ട് ഹൂത്തികളെ ബോംബ് ചെയ്യുന്നു, ഈ പറയുന്ന പ്രോക്സീസിനെ പലയിടത്ത് ISISനെ ബോംബ് ചെയ്യുന്നു. ഇതേപോലെ റിസൾട്ട് ഇസ്രായേൽ കൊടുത്ത പോലെ റിസൾട്ട് കൊടുക്കാൻ പറ്റിയില്ല. അതേപോലെ 2.5 മണിക്കൂർ കൊണ്ടാണ് ഇറാൻ്റെ മേളിൽ എയർ സ്ട്രൈക്ക് ചെയ്യുന്ന ഏകദേശം 100 ഫൈറ്റർ പൈലറ്റുകൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, പുതിയൊരു ആർട്ടിക്കിൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് ഫ്ലൈ ചെയ്യുമ്പോൾ ഇസ്രായേലിൻ്റെ എയർക്രാഫ്റ്റുകൾ വളരെ ലോവർ ലെവലിലാണ് ഫ്ലൈ ചെയ്തത്. കാരണം ഇതിനെ ആർക്കും മറ്റുള്ളവർക്ക് അവരുടെ റഡാറുള്ള അവരുടെ എയർക്രാഫ്റ്റ് കാണാനായിട്ട്, കാരണം വലിയ ഹൈറ്റിലല്ല ഫ്ലൈ ചെയ്ത്. പൊതുവെ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന ഹൈറ്റിലല്ല അവർ ഫ്ലൈ ചെയ്ത്. എന്നിട്ട് 2.5 മണിക്കൂർ കൊണ്ട് ഇറാൻ്റെ മുഴുവൻ കേപ്പബിലിറ്റി അടിച്ചു കൂടെ കളഞ്ഞു. ഒരൊറ്റ എയർക്രാഫ്റ്റിനും പ്രശ്നം ഉണ്ടായില്ല, തിരിച്ചും വന്നു. കാരണം എന്തോ കോപ്പറേഷൻ നടന്നത്. കാരണം ഗ്രൗണ്ട് ഇൻ്റലിജൻസ്, എയർ ഇൻ്റലിജൻസ്,
പിന്നെ അവരുടെ എക്യുപ്മെൻറ്റ്സ് പ്രോപ്പറായിട്ട് ഫൈറ്റർ എയർക്രാഫ്റ്റ് സ്ട്രൈക്ക് പ്രോപ്പറായിട്ട് ചെയ്തു. ഇതേപോലെ ചെയ്യാൻ, അതായത് രണ്ടാം ലോകമഹായുദ്ധത്തിലൊക്കെ അമേരിക്ക ഇതേപോലെ ചെയ്തിരുന്നു, അത് കറക്റ്റായിരുന്നു. പക്ഷെ ഇതേപോലെ ഇന്ന് ചെയ്യാൻ, ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ ചെയ്യാൻ അമേരിക്കൻ സൈന്യത്തിനും അവരുടെ എക്യുപ്മെൻസിനും കഴിയുന്നില്ല എന്നുള്ള നിഗമനം പെൻറ്റഗൺ തന്നെ അംഗീകരിച്ചു. അതായത് ഒരു സംഭവം കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ പല അപ്ഡേഷൻ നടക്കാതെ വരും. അപ്പം അതിൻ്റെ പ്രശ്നം, കാരണം കുറച്ച് ഏജ് കഴിയുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്ത്, ഇപ്പം ഫൈറ്റർ എയർക്രാഫ്റ്റ് തന്നെ പൈലറ്റ് തന്നെ ഏറ്റവും നല്ല ഫൈറ്റർ എയർക്രാഫ്റ്റ് പൈലറ്റ് അമേരിക്കൻസ് തന്നെയായിരുന്നു. ഇപ്പം അത് മാറി ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യ, ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി, ഇറാൻ, ലെബനൻ, സിറിയയായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫൈറ്റർ എയർക്രാഫ്റ്റ് പൈലറ്റും നാവിഗേറ്റേഴ്സും ബോംബ് ചെയ്യുന്നവർ ഇസ്രായേലിൻ്റെ ആയി. അമേരിക്കൻ എയർക്രാഫ്റ്റാണ് ഉപയോഗിക്കുന്നത്, എക്യുപ്മെൻറ്റ്സ് കൂടുതൽ അവരുടെ ഉപയോഗിക്കുന്നത്. ഷെൽ സെറ്റോ ഏറ്റവും ഇന്ത്യതാ പോയത്. പക്ഷെ പ്രോപ്പറായിട്ട് ഇത് പൊട്ടൻ്റെ അടുത്ത് വീണ് പൊട്ടി, ഒരെണ്ണം പോലും വേസ്റ്റ് ആയില്ല. അപ്പം അതിനകത്ത് ഇസ്രായേൽ വളരെ മുമ്പിലായി. കാരണം അമേരിക്കൻ ഫോഴ്സിനേക്കാളും ഷാർപ്പ്നെസ് കൂടി. പിന്നെ ഏകദേശം ഒരു വർഷം ഹമാസുമായിട്ട് അടിച്ചു കഴിഞ്ഞപ്പം അവരുടെ സൈന്യം പെർഫെക്റ്റായിട്ട് ട്രെയിൻഡായി ടണലിൽ എങ്ങനെ വാർഫെയർ ചെയ്യണം. ഇപ്പം ജനങ്ങൾ താമസിക്കുന്ന വളരെ പോപ്പുലേഷൻ കൂടുതൽ അവിടെ എങ്ങനെ വാർഫെയർ ചെയ്യണം. ഇത് ബേസിക്കലി ട്രെയിനിങ്ങിൽ കൂടെ കിട്ടും. ഇത് തിയറിയിലും പുസ്തകത്തിലും ടെക്നോളജി കൂടെ മാത്രമൊന്നുമല്ല. പിന്നെ പ്രോപ്പറായിട്ട് AI ഉപയോഗിച്ചത് ബോംബ് ചെയ്യാൻ ഇസ്രായേലി ഫോഴ്സ് പഠിച്ചു. ഇത് അമേരിക്കൻ ഫോഴ്സിന് AI ഉപയോഗിച്ചുള്ള ഇതിൻ്റെ ട്രെയിനിങ് കിട്ടിയോ ഇല്ലയോ എന്ന് പോലും ഈ പറയുന്ന സൈനിക മേധാവികൾ ചോദിക്കുന്നുണ്ട്. കാരണം ഇത്രയും ബോംബിങ് ചെയ്ത് കഴിഞ്ഞിട്ടും ഈ പറയുന്ന പ്രോക്സീസ് ആണെങ്കിൽ IS വീണ്ടും തലവെക്കുക. കാരണം എവിടെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്, അതായത് അമേരിക്കയുടെ പലതും ഈ ഇൻ്റലിജൻസ് ഈ പറയുന്ന സംഭവം ക്ലബ് ചെയ്ത് മുന്നോട്ട് പോയില്ല. ഇതാണ് ഈ പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചയാണ് അമേരിക്ക നടക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, അമേരിക്ക പല കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ അവർ പല കമ്പനികളും തയ്യാറായില്ല. ഇപ്പോൾ ബോയിങ്ങിൻ്റെ സംഭവം എടുക്കുക. ബോയിങ് ഏകദേശം എത്ര നാളായി സ്പേസിലൊരു ഷട്ടിൽ വിട്ടിട്ട് ഇന്ത്യൻ ഒറിജിനൽ സുനിത വില്യംസ് ഉൾപ്പെടെ അവിടെ അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അതേസമയം ഇലോൺ മസ്ക് എന്ന് പറയുന്ന പുതിയ ജനറേഷൻ രീതിയിൽ ടെക്നോളജിയിൽ AI ഉപയോഗിച്ച് സാധനം ഈസി ആയിട്ട് കൂടി തിരിച്ചു വരും. കാരണം ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ട സമയത്ത് അമേരിക്ക ഇത് അപ്ഡേറ്റ് ചെയ്തില്ല എന്നാണ് വിമർശനം വരുന്നത്. ഇനി അറിയത്തില്ല, ഇനി ട്രംപും ഇലോൺ മസ്കും ഒക്കെ വന്നു കഴിയുമ്പോൾ പുതിയ ഫേസും പുതിയ ഈ ജനറേഷൻ, അതായത് പുതിയ ജനറേഷൻ്റെ രീതിയിലോട്ട് അമേരിക്കൻ ഫോഴ്സ് അപ്ഡേറ്റ് ചെയ്യാത്തതാണ് പല എക്യുപ്മെൻസും 100% പെർഫോം ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഇറാൻ ഉണ്ടാക്കിയ ഒരു മിസൈൽ പോയി കീവിൽ വരിക. കാരണം അമേരിക്കൻ ഡിഫൻസിൻ്റെ സിസ്റ്റമാണ് അവിടെ മുഴുവനും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതിനെക്കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ബേസിൽ ഇറാൻ്റെ ഒരു പ്രോക്സി ഫയർ ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞു 4-5 സൈനികർ മരിച്ചു പോയി. അങ്ങനെയാണെങ്കിൽ അവർ പറയും മറ്റുള്ളവർക്ക് അറിയത്തില്ല എങ്കിൽ അമേരിക്കൻ സൈന്യത്തിൽ ഓപ്പറേറ്റ് ചെയ്യും. പിന്നെന്താ സംഭവിച്ചത്? ചോദ്യമില്ലയോ? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഡിസ്കഷൻ, കാരണം അത് മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ റഷ്യൻ ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ശക്തി അങ്ങ് ക്ഷയിച്ചു. ഇത് പറയുന്ന പോലെ സ്റ്റെൽത്ത് എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞുപോയി. അവർക്ക് അതേപോലെ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇല്ല. കാരണം എന്തിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് ധാരണയായ പട്ടാളക്കാർക്ക്. അപ്പം അതിനെപ്പോലും പ്രതിരോധിച്ച് നിർത്താൻ വേണ്ടി അമേരിക്കൻ എക്യുപ്മെൻസിന് ഉക്രൈനിൽ വെച്ച് കഴിയുന്നില്ല എന്നും ചോദ്യങ്ങളായി. കാരണം അവരുടെ ലോങ് റേഞ്ച് മിസൈൽ ഒരു ഈ പറയുന്ന പോലെ റിസൾട്ട് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസും ഡിബേറ്റും അമേരിക്കയിൽ വളരെ ശക്തമായ രീതിയിൽ പോയി. അതിൻ്റെ കൂടെയാണ് അവർ ഇസ്രായേലിനെ വളരെയധികം, കാരണം വളരെ ഹൈലി പ്രൊഫഷണലാണ്, അവരുടെ ടാർഗറ്റ് വളരെ കറക്റ്റാണ്. അവർ ഇന്ന സമയത്ത് ഇന്നതൊക്കെ ചെയ്ത് ഇത്ര സമയം എടുത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ സമയത്തുള്ളത് ഫിനിഷ് ചെയ്യുകയാണ്. അതായത് അവർക്ക് പൂർണ്ണമായിട്ട് ഔട്ട്പുട്ട് കിട്ടുവാണ്. അവരുടെ ഒറ്റ എയർക്രാഫ്റ്റ് പോലും വെടിവെച്ചിടാൻ ഈ പറയുന്ന പല രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ എടുത്തു നോക്കുമ്പോൾ ഈ പറയുന്ന മൈറ്റി അമേരിക്കൻ ഫോഴ്സ് ചെറിയ രാജ്യമായ ഇസ്രായേലിന് മുമ്പിൽ ഒന്നുമല്ലാതായി മാറുന്ന സ്ഥിതിയിലോട്ടാണ് പോകുന്നത്. ഉറപ്പായിട്ട് അമേരിക്കൻ എക്യുപ്മെൻസും ട്രെയിനിങ്ങും എല്ലാം കിട്ടിയവർ തന്നെയാണ് ഇസ്രായേലീസ്. പക്ഷേ ഇതുള്ള കമ്പാരിസൺ വന്നു കഴിയുമ്പോൾ ഈ ചോദ്യങ്ങളും ഗ്ലോബൽ ചോദ്യമായിട്ട് വരും. കാരണം ലോകത്തെല്ലായിടത്തും അമേരിക്കൻ ബേസുകളുണ്ട് പല രാജ്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവിടെയും ചോദ്യചിഹ്നമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ നാറ്റോയുടെ ഒരു സ്റ്റോറി ചെയ്തു കഴിഞ്ഞാൽ പല ആൾക്കാരെ എൻ്റെ അടുത്ത് അടിയിൽ വന്ന് പറഞ്ഞു, ബേസിക്കലി ഞാൻ ഈ പറയുന്ന പ്രായോഗിക ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. അപ്പോൾ അതിനകത്ത്
നാറ്റോയിൽ പറഞ്ഞ നാറ്റോ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മാത്രമൊന്നുമല്ല, അമേരിക്ക മാത്രമൊന്നുമല്ല നാറ്റോ തീരുമാനിക്കുന്നത്. അതിൻ്റെ അകത്ത് സൂപ്പർ മോസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ അമേരിക്ക, മറ്റുള്ള രാജ്യങ്ങളുമുണ്ട്. ഇത് തെറ്റായ രീതിയിൽ അതിനെപ്പറ്റി കാണരുത്. ഇപ്പം പറഞ്ഞ അമേരിക്കൻ എക്യുപ്മെൻറ്റ്സ് ഈ പറയുന്നത് സ്റ്റെൽത്ത് പവർ ഇല്ല, അപ്പോൾ എന്തോ അമേരിക്ക പിന്തുണച്ചിട്ടാണ്. അമേരിക്ക എന്ന് പറഞ്ഞ് ഗ്ലോബൽ പവറായിട്ട് നിന്നാലേ ഈ ലോകത്ത് പലതും കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് അതിൻ്റെ പ്രാധാന്യം. അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യമില്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിക് ടെറർ എന്ന് പറയുന്നത് ലോകം മുഴുവനും വ്യാപിച്ചേനെ. അത് ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ. ഈ താലിബാൻ ലോകം മുഴുവനും വന്നേനെ, അവിടെ മാത്രമല്ല ഇന്ത്യയിലും വന്നേനെ. അതിനെ കൺട്രോൾ ചെയ്യുന്നൊരു പവറാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു പവർ ആവശ്യം എല്ലായ്പ്പോഴും വേണം. അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ മറ്റുള്ളവൻ്റെ കയ്യിലോട്ടങ്ങ് പോകും. ഈ റാഡിക്കൽ ഇസ്ലാമിൻ്റെ കയ്യിലോട്ട് പോയി കഴിഞ്ഞ സ്ഥിതി എന്ന് ആലോചിച്ചു നോക്ക്. അതിനെ കൺട്രോൾ ചെയ്യുന്ന അമേരിക്കയാണ്. അതാണ് അതിൻ്റെ ഈ നിങ്ങൾ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ആ ചോദ്യത്തിന് തരേണ്ട ഏറ്റവും വലിയ ഉത്തരം.